പ്രിയ കുടുംബാംഗങ്ങളെ, ഒരു കർക്കിടക മാസം കൂടി വന്നെത്തുകയാണ്. എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുവാൻ രാമനെ സ്മരിച്ച് രാമനാമ ജപത്തോടുകൂടി രാമായണത്തെ ശ്രവിച്ച് ഭക്തിസാന്ദ്രമാക്കേണ്ടുന്ന വിശിഷ്ടമായ ഒരു കാലഘട്ടം. ഭാരതത്തിന്റെ മഹാകാവ്യം രാമായണമാണ്. ഭാരതത്തിന്റെ മഹാചരിത്രം രാമന്റെ ചരിത്രമാണ്. ഭാരതത്തിലെ ഉത്കൃഷ്ട ഭരണം രാമരാജ്യം. ഭാരതത്തിന്റെ ആദർശ രാജാവ് രാമരാജാവ്. നിഷ്കളങ്കമായ പിതൃപുത്ര ബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, സാഹോദര്യ മഹത്വം, സമസൃഷ്ടി സ്നേഹം, പ്രജാക്ഷേമ തൽപരത, രാജനീതി പരിപാലനം, അധർമ്മധ്വംസനം, സത്യദീക്ഷ, ത്യാഗം, സഹനം, ക്ഷമ, ഇങ്ങനെയുള്ള വിശിഷ്ട ഗുണങ്ങളുടെ ആകെത്തുകയായിരുന്നു രാമന്റെ ജീവിതം. ആദർശനിഷ്ഠനായ ശ്രീരാമൻ പ്രജകളുടെ അഹിതത്തിന് പാത്രമാകാതിരിക്കാൻ സുചരിതയായ ധർമ്മപത്നിയെ സീതയെ പരിത്യജിച്ചു. ജീവനു തുല്യം സ്നേഹിച്ചിരുന്ന അനുജനെയും അന്തിമഘട്ടത്തിൽ അദ്ദേഹം സത്യപരിപാലനാർത്ഥം ഉപേക്ഷിച്ചു. പിതാവിന്റെ സത്യപരിപാലനത്തിനു വേണ്ടി സർവോന്നതമായ രാജസിംഹാസനം വെടിഞ്ഞ് കാടകം പോയി. അങ്ങനെ സർവസുഖങ്ങളും നീതിക്ക് വേണ്ടി ബലിയർപ്പിച്ച അർപ്പണ ബുദ്ധിയോടുകൂടിയ ഒരു യജ്ഞമായിരുന്നു ശ്രീരാമന്റെ ജീവിതം. ഭർത്താവിനോടുള്ള ഭക്തിയും സതീത്വവും മൂർത്തീകരിച്ച സാധ്യമണി സീത. ഭർത്താവിനാൽ പരിത്യക്തയായിട്ടും ആത്മേശ്വരനെ കുറിച്ച് വെറുപ്പോ വിദ്വേഷമോ കൂടാതെ വനത്തിൽ കഴിഞ്ഞുകൂടിയ സ്ത്രീരത്നം സീത. പരിശുദ്ധയെന്ന് തികച്ചും വിശ്വാസമുണ്ടായിട്ടും വീണ്ടും അഗ്നിപ്രവേശനത്തിന് ആവശ്യപ്പെടേണ്ടി വന്ന പതിവ്രതാരത്നം സീത. ജ്യേഷ്ഠന് വേണ്ടി സർവ ദുഃഖങ്ങളെയും പ്രിയ പത്നിയെയും പരിത്യജിച്ച് സുദീർഘങ്ങളായ 14 സംവത്സരം നിദ്രാവിഹീനനായി ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് വനവാസം ചെയ്ത നിസ്വാർത്ഥ ത്യാഗിവര്യൻ ലക്ഷ്മണൻ. അതിലും ഉപരിയായി ഭ്രാതൃഭക്തിയുടെ അത്യുന്നത സോപാനത്തിൽ ബാഷ്പാഭിഷേകം ചെയ്തുകൊണ്ട് സർവസുഖങ്ങളെയും സംത്യജിച്ച ആദർശ പുരുഷൻ ഭരതൻ. പുത്രദുഃഖം അനുഭവിച്ച് മരണമടഞ്ഞ ദശരഥൻ. ഇങ്ങനെ വൈവിധ്യമേറിയ കഥാപാത്രങ്ങൾ. ഒരു സ്ത്രീയായ താടകയെയും നിരപരാധിയായ ബാലിയെയും വധിച്ചതും പരിശുദ്ധ ധർമ്മപത്നിയെ പരിത്യജിച്ചതും കുറ്റമായി ശ്രീരാമനിൽ ആരോപിക്കുന്നവരുണ്ട്. എന്നാൽ രാമന്റെ പ്രവൃത്തികൾ തെറ്റായിരുന്നു. തീർച്ചയായും രാമായണത്തിലൂടെ അവ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണുനീരിന്റെ കഥയാണ് രാമായണമായി വാൽമീകി മെനഞ്ഞെടുത്തത്. നൈമിഷാരണ്യം ചാനൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ പാരായണത്തോടും പ്രഭാഷണത്തോടും കൂടി സമാരംഭിക്കപ്പെടുകയാണ്. രാമകഥാസാഗരത്തിൽ മുഴുകി ദുരിതം നിറഞ്ഞ ഈ കാലഘട്ടത്തെ ആധ്യാത്മികത കൊണ്ട്, ഭക്തി കൊണ്ട് ഉയർത്തുവാൻ ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. എല്ലാവർക്കും ആശംസകൾ.